പൊതുമേഖലയിലെ കാറ്റഗറി 1 പെടുന്ന സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന് ലൈസൻസ് ആവശ്യമില്ലെന്ന് മന്ത്രി MP രാജേഷ്. സംരംഭത്തിനായി രജിസ്ട്രേഷൻ മാത്രം ആവശ്യമുള്ളൂവെന്നും സംരംഭമുള്ള കാര്യം പഞ്ചായത്ത് അറിഞ്ഞാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. ലൈസൻസ് ഫീസ് മൂലധന നിക്ഷേപം അനുസരിച്ചായിരിക്കും. പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രം പരിശോധന നടത്തുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡൽഹിയിലെ കേരള പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഇരട്ടിയിലധികം ഉയർത്താൻ ശുപാർശ ചെയ്ത് പൊതുഭരണ വകുപ്പ്. പ്രതിവർഷം നിലവിലുള്ള യാത്രാബത്ത 11.31 ലക്ഷമാക്കി ഉയർത്താനാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകിയത്. നിലവിൽ പ്രതിവർഷം 5 ലക്ഷമാണ് KV തോമസിന് അനുവദിച്ച തുക. ബ്രൂവറി ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന വാദത്തിലുറച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്നും സമയവും തീയതിയും മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 11ാം ദിവസത്തിലേക്ക്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം ശക്തമായി തുടരുമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പകുതി വില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട് ED സീൽ ചെയ്തു. തട്ടിപ്പിൽ ED സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഷീബ വിദേശത്തായതിനാലാണ് കുമളിയിലെ വീട് ED സീൽ ചെയ്തത്. കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ് ഷീബ സുരേഷ്. ഭൂമി തരം മാറ്റലിന് ഫീസ് തീരുമാനിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. 25 സെന്റിൽ കൂടുതലാണെങ്കിൽ അധികമുള്ള സ്ഥലത്തിന്റെ മാത്രം ഫീസ് അടച്ചാൽ പോരാ എന്നും തരം മാറ്റുന്ന മുഴുവൻ സ്ഥലത്തിന്റെയും ഫീസ് അടയ്ക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കൈക്കൂലിക്കേസിൽ എറണാകുളം RTO TM ജെൻസൺ അറസ്റ്റിൽ. ജെൻസന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് വിജിലൻസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 80 ലക്ഷത്തിലധികം രൂപയുടെ നിക്ഷേപമാണ് വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയത്. 80ഓളം വിദേശ മദ്യക്കുപ്പികളും ഭൂസ്വത്ത് സംബന്ധിച്ച രേഖകളും കണ്ടെത്തി. 6 വർഷമായി ശമ്പളം ലഭിക്കാത്തതിൽ മനംനൊന്ത് LP സ്കൂൾ അധ്യാപിക അലീന ബെന്നി ജീവനൊടുക്കിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. നടൻ ബാലയ്ക്കെതിരെ പരാതിയുമായി മുൻ ഭാര്യ അമൃത സുരേഷ്. വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നുമാണ് പരാതി നൽകിയിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാംലീല മൈതാനിയിൽ തയ്യാറാക്കിയ സത്യപ്രതിജ്ഞാ വേദിയിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 27 വർഷത്തിന് ശേഷമാണ് BJPയുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. ന്യൂമോണിയ ബാധിതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. മാർപ്പാപ്പയുടെ ശ്വാസകോശ അണുബാധ കുറഞ്ഞുവെന്നും സഹപ്രവർത്തകരുമായി സംസാരിച്ചുവെന്നുമാണ് റിപ്പോർട്ട്.